ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫൗസിയ. സർ ഗുഡ് മോർണിംഗ് സർ. രാവിലെ തന്നെ ചുണ്ണാമ്പ് വെച്ച് തുടങ്ങിയോ ഫൗസിയ? സർ രാവിലെ ഹസ്ബൻഡോ? ആരുടെ? എന്റെ ഹസ്ബൻഡ്. ഏതെങ്കിലും ഹസ്ബൻഡ് രാവിലെ ഇരുന്ന് ഭാര്യയ്ക്ക് വാട്സാപ്പ് അയക്കോ ഫൗസിയ? കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 3 നായികമാരാണ്. ഈ Good morning. നായികമാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കുഴപ്പമില്ല. അനക്കീല് നല്ലൊരു വിഷം വെച്ചിട്ടുണ്ടോ? ടെൻഷൻ അടിക്കണ്ട. നോക്കുമനെ ഈ ഇങ്ങനെ ഓരോ സീനിലും ഇങ്ങനെ വന്നിങ്ങനെ നിന്നാൽ നിന്നാൽ എങ്ങനെയാ സാറേ ഞങ്ങളിവിടെ ജോലി ചെയ്യാ? സാറ് പോയിരിക്കും, ഞാനൊരു പോയി വർക്ക് ചെയ്യും. സാറ് വർക്ക് ചെയ്യും. സൽഗുണ, നിന്നെ കൊണ്ടോ ഒരു ഗുണവുമില്ല. അവരെങ്കിലും ജോലി ചെയ്തോട്ടെ സൽഗുണ. സാറേ സാറിന് ഇൻസൾട്ട് ചെയ്യല്ലേ? ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ആളല്ല. പിന്നെ ഷോർട്ട് ഫിലിം അവാർഡുകളിൽ ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിമിനുള്ള പത്മരാജൻ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആരാ ഈ പത്മരാജൻ അവാർഡ് തരണേ? കുണ്ടുകൾ അഷ്റഫ് സാർ. അതാരാ ഈ അഷ്റഫ്? പക്ഷെ കുണ്ടുകൾ അഷ്റഫ് സാർ അറിയില്ലേ? പച്ചപ്പരന്തത്ത, മൊഞ്ചത്തിപ്പോണോൾ അഞ്ചത്തി, മൊച്ചക്കുരങ്ങ്, ഇത്രയും മനോഹരമായ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് സാറെ അറിയില്ല പറഞ്ഞ എന്താ സാറേ ഇത്? നിന്റെ റൂംമേറ്റ് അഷ്റഫ് അല്ലേ? ആ റൂംമേറ്റ്. നിനക്കിപ്പോ അവാർഡ് കിട്ടി എങ്ങനെ മനസ്സിലായി? എങ്ങനെ എന്താണ് ചിരിക്കുന്നത് സാറേ? എന്റെ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോ ഇവർക്ക് ഒരു ഭാവി ഉണ്ട്. എങ്ങനെയും രക്ഷപ്പെട്ടോട്ടെ ഞാൻ മെനക്കെട്ടതാ. അപ്പൊ നിന്റെ ഭാവിയോ സൽഗുണ? സാറേ ഞാൻ ഓൾറെഡി സെറ്റിലല്ലേ സാറേ. സൽഗുണ, നിനക്ക് ഇവിടെ ജോലി തന്നുകൊണ്ട് എനിക്കോ എന്റെ കമ്പനിക്കോ ഒരു പ്രയോജനമില്ല. പിന്നെ നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് സേവനം, ചാരിറ്റി, നിന്റെ കുടുംബത്തിനോട് ചെയ്യണ ചാരിറ്റി. ഓക്കെ സാറേ, ഞാൻ ഈ പേപ്പറൊക്കെ സൈൻ ചെയ്യിക്കട്ടെ സാറേ. സാറേ നടക്കട്ടെ. ഇവിടെ ബുർജ് ഖലീഫിനോട് ഞാൻ തള്ളിട്ടു. മേ ഐ കം ഇൻ സർ? യെസ് സർ. എന്തൊരു ഫൗസിയ, വൈഫൈ വർക്ക് ചെയ്യണല്ലേ? അല്ല സർ, ഞാനൊരു കല്യാണക്കാര്യം പറയാൻ വന്നതാ. ഫൗസിയുടെ കല്യാണം കഴിഞ്ഞല്ലേ? പഠിച്ചോനെ എനിക്കല്ല സാറിനാ. ആഹാ, ഞാൻ തന്ന വർക്ക് ഒക്കെ കഴിഞ്ഞായിരുന്നോ ഫൗസിയ? സർ എനിക്കിത് അറിയാവുന്ന കുട്ടിയാ, നല്ല മൊഞ്ചുള്ള കുട്ടിയാ. ഫൗസിന്റെ വായിരിക്കണേ കഥ പോയേ. സർ ഇതൊന്ന് നോക്ക്. ഞാൻ തന്ന വർക്ക് ആദ്യം നോക്കൂ ഫൗസിയ, പോയിക്കോളൂ. ഇയാൾക്ക് ജന്മം പെണ്ണിട്ടില്ലേ? പേടിച്ചു പോയി. സാറിന് കാണിച്ചിട്ടോ ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചത്? അതോ നോക്കി നന്നായിട്ടില്ലേ? എന്റെ എത്ര അല്ലേലും ഒരു ഇഞ്ചി മുട്ടായി പോലത്തെ ഒരു കുട്ടി. അതെ, അങ്ങേർക്ക് എന്തോ തകരാറുണ്ട്. എന്ത്? അതാ പെണ്ണ് കെട്ടാത്തത്. എന്ത് തകരാറ്? അത് അതെ, ആണുങ്ങളോട് പറഞ്ഞാലേ മനസ്സിലാവും. അല്ലെന്നേ, ഈ സിനിമാ നടി ആശാശരത്തിനെ പോലെ ഇരിക്കുന്ന എന്നെ വരെ അങ്ങനെ നോക്കുന്നില്ല. ആണുങ്ങളായ ഇച്ചിരി നോട്ടമൊക്കെ വേണ്ടേ? ഓഹോ, അതാണ് കാര്യല്ലേ? ഫൗസിയ, ജോഷി സാറിന്റെ ഒപ്പം, മമ്മൂക്കേന്റെ ഒപ്പം, ലാലേട്ടന്റെ ഒപ്പം, പിന്നെ ഞമ്മളെ കൽബിന്റെ കൽവായ സണ്ണി ചേച്ചീന്റെ ഒപ്പം. എങ്ങനെയുണ്ട് ഇതൊക്കെ? ശരിയായിട്ടില്ല, അതുകൊണ്ടാ. എന്റെ അപ്പൻ അളിയൻ ഈ ഏരിയയിൽ ഈ ഹോട്ടല് ഇട്ട് തന്നേക്കണത് അളിയനും പെങ്ങളും കുട്ടിയും പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിട്ടല്ല, അളിയൻ കുടുംബത്തിൽ നിന്ന് നാണം കിടാതിരിക്കാൻ വേണ്ടിട്ടാ. ഇങ്ങോട്ട് നോക്കിയേ, നാട്ടില് സിനിമക്കാരുടെ പിറകെ നടന്ന് കംപ്ലീറ്റ് നല്ല പ്രായവും കാശൊക്കെ കളഞ്ഞ ഓർക്കണ്ട. ഓർമ്മിപ്പിക്കല്ലേ അളിയ, മര്യാദക്കാണ് ഞാൻ അളിയാന്ന് വിളിക്കും. ഇല്ലെങ്കില് അരുത്. എന്റെ ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് കർത്താവ് എന്റെ കൈകളിലേക്ക് ഇട്ടിരുന്നത് നിന്നെയാണ്. അന്ന് കുബൂസ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പോ വിടരുത്. ചാവക്കാട് എന്നുള്ള യാത്രയില് ദിവസങ്ങൾക്ക് ശേഷം നടിക്കടലെത്തിയപ്പോ ലാഞ്ചി വേലായുധൻ കടലിലേക്ക് ചാടിക്കൊള്ളാൻ പറഞ്ഞു. മരണം മുന്നിൽ പ്രതീക്ഷ എല്ലാം ചാടിയത് ജീവിതത്തിലെ പ്രതീക്ഷകളിലേക്കാ, സ്വപ്നങ്ങളിലേക്ക്. ദുബായിൽ നാട്ടിലൊക്കെയായി വലിയ ബിസിനസ്സൊക്കെ കെട്ടിപ്പൊക്കി. അതൊന്നുമല്ല വലിയ കാര്യം. സന്തോഷമുള്ളൊരു കുടുംബം ഉണ്ടാക്കി എന്നുള്ളതാ ഈ അപ്പൻ്റെ ഏറ്റവും വലിയ നേട്ടം.
എനിക്കൊന്നും മനസ്സിലാവില്ലേ? ഡാ, ദൈവം നമ്മളെ വിരലിടയ്ക്ക് ഈ വിടവ് തന്നത് എന്തിനാ? നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ മനസ്സിലാക്കുന്നവരും ഈ വിരലിനിടയിൽ കൂടെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാ. നീ നിനക്ക് കൈകോർത്ത് പിടിക്കാനും നിന്റെ ജീവിതത്തിൽ നല്ല കൂട്ടാവാനുമേ. അപ്പ എനിക്കൊരു പെണ്ണ് കിട്ടണം. എനിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഡാ, നീ ആരും കണ്ടുവച്ചിട്ടുണ്ടാ? ഇല്ലപ്പ, അപ്പം പറഞ്ഞാ മതി. അപ്പൻ എനിക്ക് വേണ്ടി എപ്പോഴും നല്ലതല്ലേ ആലോചിക്കുള്ളൂ. അപ്പം നല്ലൊരാളെ കണ്ടെത്താ. ഏറ്റടാ. അപ്പ ഒന്ന് പറയുന്നേ, ഏത് പെങ്കൊച്ചിനെ കാണാൻ പോണേ? അതൊക്കെ സസ്പെൻസാ. എന്തായാലും ഒരു ഓഡീഷന് പോകുമ്പോ നായികയെ കുറിച്ച് ഒരു ക്ലൂ വേണ്ടത് അത്യാവശ്യമാണ്. അതെ അത് ശരിയാ. അതെ, എന്തെങ്കിലും ഒരു ക്ലൂ ഉള്ളത് എപ്പോഴും നല്ലതാണ്. അയ്യടാ, അവന്റെ ഒരു ആവേശം കണ്ടില്ലേ? നീ പോടാ. അപ്പച്ചാ, ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന വെച്ചാണോ? എന്തായാലും ഒരു ക്ലൂ തരാം. ഓക്കെ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകളാണ്. അതാരാ? ഞാൻ അറിയാത്തൊരു കൂട്ടുകാരൻ. എടി റോസക്കുട്ടി, നീ അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ട്. അപ്പച്ചന്റെ പഴയ സ്വഭാവം അറിയണ്ട. ഇനി എത്ര ദൂരം ഉണ്ടാവും? ദാ ഇവിടെ എത്തിയില്ലോ. അവര് വന്നടി. വാ വാ. ഏയ്, ഇത് നമ്മുടെ വെറ്റിലങ്ങളുടെ വീടല്ലേ? ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ച സർപ്രൈസ്. അതാ വരുന്നു ആ വീട്ടിലെക്കാരാ. ഓ, എന്റെ അടയ്ക്കാക്കാരാ. ഓൾഡ് ഫ്രണ്ട്സ്. അല്ല, കച്ചവടം എങ്ങനെയുണ്ട്? മാർക്കറ്റൊക്കെ എങ്ങനെയുണ്ട്? അതിനെ പറ്റി പറയാതിരിക്കാൻ വേണ്ടിട്ടാ. ഇയാള് പുതിയതേ. അടക്കയും വെറ്റിലയും നല്ല കോമ്പിനേഷനാ. ഇത് കലക്കും. ദിൽഫലാഖ്. പറഞ്ഞു കൊള്ളാക്കാതെ നടക്കണ്ടി ചായ. എന്തായാലും വന്നല്ലോ, അത് മതി. എന്റെ വീട്ടിലേക്ക് എത്ര നാളായിട്ട് ക്ഷണിക്കാനോ അടയ്ക്കാക്കാരാ. എല്ലാത്തിനും ഒരു സമയമുണ്ട് വെറ്റിലെങ്കിലേ. ഏയ്, നിനക്ക് ഇയാളെ മനസ്സിലായോ? വലിയ സിനിമ നടനാ. ഇല്ല, കണ്ട ഓർമ്മയില്ലല്ലോ. എങ്ങനെ കാണാനാ? എല്ലാ സിനിമയിലും ഉണ്ട്. പക്ഷെ നേരെ അത് മാത്രം ഷെയറോ. കുന്നുകുളം ബേബിയുടെ സ്വഭാവം അറിയില്ല. അമ്മായിപ്പനൊന്നും ഞാൻ നോക്കില്ല. അല്ല, എന്റെ മോളെവിടെ? നമ്മുടെ ജാൻസി. ആ ചോച്ചമ്മേ, ജാൻസിനെ വിളിക്ക്. മോളെ, അഞ്ഞൂർ വെറ്റിലക്കാരൻ പോളച്ചന്റെ മകൾ ജാൻസിക്ക് കുന്നംകുളം അടയ്ക്കാക്കാരൻ വീട്ടിൽ ജോണിന്റെ മകൻ ജിമ്മി ജോൺ അടയ്ക്കാക്കാരനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? കുന്നംകുളം അടയ്ക്കാക്കാരൻ വീട്ടിൽ ജോണിന്റെ മകൻ ജിമ്മി ജോൺ, നിനക്ക് അഞ്ഞൂർ വെറ്റിലക്കാരൻ പോളച്ചന്റെ മകൾ ജാൻസിയെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? ഇതായിരിക്കല്ലോ. ആ, വളമ്പി കൊടുക്കണ്ടേ? ആ, ഇനി ആ പിള്ളേർ കൊണ്ടേ കൊടുക്ക്. അതെ, താൻ വരുന്ന പ്രമാണിച്ചിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് പോർക്ക് അങ്ങോട്ട് ശരിയാക്കി. എങ്ങനെയുണ്ട് നോക്ക്. മതിയോ? പോർക്ക് പൊളിച്ചു. മിണ്ടാണ്ടിക്ക്. എന്റെ സ്റ്റാൻഡേർഡ് കളയാൻ വേണ്ടി കണ ഗുണ ആൾ കച്ചറപ്പിള്ള അബീബി ഈ മംഗലം നടക്കാതെ കേട്ട് നടന്നില്ലെങ്കിലേ നമുക്ക് അടുത്ത വീട്ടിൽ പോയിട്ട് നല്ലോണം തിന്നാം. നമ്മുടെ 500 ഷാപ്പിലെ കറി മറന്നു അതാ. നമ്മള് വാറഞ്ഞിട്ടല്ലേ? ആ, വേണ്ട ആള് ആള് പടായില്ലേ? അയ്യോ, കുറച്ച് ഒന്നാം തരം പട്ടച്ചാരയും തവളക്കറി. ഓ, നീ ഒന്ന് പറഞ്ഞ് കൊതിപ്പിക്കല്ലേട്ടാ. ഹലോ ഹലോ, നിനക്ക് അപ്പനെ പോലെ തന്നെ അടിയുണ്ട? അവൻ അപ്പന്റെ ഒരു ഗുണം മാത്രം കിട്ടിയിട്ടില്ല, ഒരു തുള്ളി. നോ, എന്തായാലും നന്നായി. അതിങ്ങോട്ട് പിള്ളേർക്കൊക്കെ നാടുമായിട്ടൊരു അല്ല, എന്തോ ഒരു ടെൻഷൻ വന്നതുപോലെ. മനസ്സിലായില്ല. നല്ല ഈത്തപ്പഴം കിട്ടല്ലോ. ലൂസ് മോഷൻ. മോളെ, അയ്യോ എനിക്കല്ല, ജിമ്മിക്കാ. എനിക്കോ? അയ്യേ, എനിക്കപ്പോ ഏയ് അല്ല, ജിമ്മിക്കല്ല, ഇവിടുത്തെ ജിമ്മിക്കാ.
ജിമ്മി തെറ്റിദ്ധരിച്ചു.